നല്ല വറുത്തരച്ച കോഴിക്കറി കേട്ടപ്പോഴേ ഞാനതിൽ കഷ്ണമൊന്നും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. നമ്മളെ നരിക്കുനിക്കുള്ള ബസ്സാട്ടോ വരുന്നത്. നരിക്കുനി ഭാഗത്തുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഭാഗത്തുള്ള സ്പോട്ടാണ് നമ്മളെ ചെമ്പൻകുന്നില്ലേ, അവിടെ വരുന്ന ഹോട്ടൽ അതുല്യ. നല്ല നാടൻ ഊണ് കിട്ടുന്നൊരു സ്പോട്ട്. സംഭവം എന്താ വെച്ചാൽ നരിക്കുനിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഉച്ച സമയപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഹോട്ടലുണ്ടപ്പോൾ ഊണ് കഴിക്കാൻ കയറിയാണ്. അപ്പോൾ അവിടെ കയറി ഇങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ നാടൻ ഊണിന് പ്രത്യേകത ഉണ്ട്. ഇന്ന് ചൊവ്വാഴ്ച കൂടിയാണ് ഞാൻ കഴിക്കുന്ന ദിവസം. അപ്പോൾ കൂട്ടുകറി വന്നിട്ടുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വീഡിയോ ആക്കി ചെയ്തത് കേട്ടോ. അവിടെ നല്ല പച്ചക്കറി വന്നു, അതിൻ്റെ കൂടെ മീൻകറിക്ക് പകരം വന്നത് നല്ല വറുത്തരച്ച ചിക്കൻ കറി. അതും ലഗോണിൽ വറുത്തരച്ച ചിക്കൻ കറി, തേങ്ങ വറുത്തരച്ച കറി ഉണ്ടല്ലോ. പിന്നെ അച്ചാറുണ്ടായിരുന്നു, ഉപ്പേരി, അങ്ങനത്തെ സാധനങ്ങൾ, പപ്പടം എല്ലാം കൂടി. അത് പോരാ മക്കളെ. നമ്മളെ നാട്ടിൻപുറത്തൊക്കെ കല്യാണ വീടിൽ ഈ തലേ ദിവസം ഉച്ചക്കത്തെ ഒരു കറി ഉണ്ടല്ലോ, നമ്മളെ ചിക്കൻ വറുത്തരച്ചതും ഈ പരിപ്പ് കറിയൊക്കെ ഉള്ള ദിവസം, ആ ഒരു കോമ്പിനേഷനാണ് ഇവർ ട്രൈ ചെയ്തിട്ടോ. അത് ചൊവ്വാഴ്ച മാത്രമാണ് തോന്നുന്നുള്ളത്. അടിപൊളിയായിട്ട് കേട്ടോ. ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർ ഇതിനടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുമ്പൊരു മീൻ പൊരിച്ചായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു മത്തി പൊരിച്ച, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ, മത്തി കണ്ടാൽ പിന്നെ നമ്മളത് വിടാറില്ല. മത്തി ഫാൻസിൻ്റെ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ലൊരു മത്തി. ഈ ചോറിന് 50 രൂപ വരുന്നുള്ളൂ കേട്ടോ. നല്ല ചിക്കൻ കറിയും കൂട്ടിയിട്ട് 50 രൂപയ്ക്ക് ചോറ് കഴിക്കാൻ അത് ഒരു ഇത് തന്നെയാണ് അല്ലേ. ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാനുള്ളതാണ് ഇങ്ങനത്തെ ഫുഡ് സ്പോട്ടുകളുടെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മളെ ചാനലിൽ ഇതേപോലത്തെ ധാരാളം ചെറിയ ചെറിയ നാടൻ ഫുഡ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. അത് പറഞ്ഞപ്പോൾ ഈ ഒരു കൂട്ടുകറിയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റ്. ഉച്ചയ്ക്ക് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് കറിയൊക്കെ ആകുമ്പോൾ അതിലും ഒരു ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലഗോണാകുമ്പോൾ അങ്ങനത്തെ എല്ലൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊരു ടേസ്റ്റാണ്. ലഗോണിൻ്റെ കറിക്ക് ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വറുത്തരച്ച കറിയും കൂടി ആകുമ്പോൾ സാധനം അടിപൊളി. അപ്പോൾ എന്തായാലും വല്ല ഞാനോട്ട് വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇത് ലൊക്കേഷൻ കറക്റ്റ് ഞാൻ ഒന്നും കൂടി പറഞ്ഞാൽ, നമ്മളെ കോഴിക്കോട് ബാലുശ്ശേരിയുള്ള നരിക്കുനിയല്ല കാക്കൂർ അങ്ങാടിയിൽ നിന്ന് നരിക്കുനിക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡിനൊരു 4-5 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ ചെമ്പക്കുന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചത് കറക്റ്റ് ഇവിടെ എത്തിക്കിട്ടും. ആ കാണുന്നതാണ് നമ്മളെ സ്പോട്ട്. നമ്മൾ നേരത്തെ കണ്ട ബോർഡിൽ ഹോട്ടലിൽ ഏകദേശം മുമ്പിലായിട്ട് വരും. ചെമ്പക്കുന്ന് അടിച്ചാൽ ആ കാണുന്ന ബോർഡിൻ്റെ ഉള്ളിലെത്തും.